ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ദനഹാകാലത്തിലെ 8-ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ടും അവിടുത്തെ പരസ്യ ജീവിതത്തെയും ദൈവിക വെളിപാടുകളെക്കുറിച്ചും ധ്യാനിച്ച് കടന്നുപോയിരുന്ന ഈ കാലത്തിൻ്റെ അവസാന ആഴ്ചയിൽ തിരുസഭാ മാതാവ് നമ്മുടെ ധ്യാനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകൾ തങ്ങളെ തന്നെ ആദ്യമായി ലോകത്തിന് പരസ്യമായി വെളിപ്പെടുത്തിയ ഈശോയുടെ മാമോദീസ വേള തന്നെയാണ് തിരുവചന ഭാഗം. ഈ സുവിശേഷ ഭാഗത്ത് ലോകത്തിന് മുമ്പിൽ ഈശോ ആരാണെന്ന് സ്വർഗം വെളിപ്പെടുത്തുമ്പോൾ താൻ ആരാണെന്ന് ഇസ്രായേൽ ജനത്തിന് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ചിത്രം ഇന്നത്തെ പഴയ നിയമ വായനകളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ പ്രഘോഷണത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വഴി ചെങ്കടൽ കടലിൽ മരുഭൂമിയിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ ചിത്രം നാം അവിടെ കാണുക. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി അനുഭവിച്ചറിഞ്ഞ ഇസ്രായേൽ ജനം തങ്ങളുടെ മരുഭൂമി യാത്ര പിന്നിട്ടപ്പോൾ 3 ദിവസത്തെ അന്വേഷണത്തിനു ശേഷം അവർ മാറ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ കയ്പ് നിറഞ്ഞ വെള്ളത്തെക്കുറിച്ച് മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നതാണ് നാം ഇവിടെ കാണുക. അവിടെ ദൈവം തൻ്റെ പ്രവാചകനായ മോശയിലൂടെ ഒരു തടിക്കഷണം വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ആ ജലത്തെ മധുരതരമാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമാണ് താനെന്ന് വീണ്ടും ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നും അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്ക് വില നൽകാതെ ജീവിച്ചതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദൈവത്തിലും അവിടുത്തെ ശക്തിയിലും വിശ്വസിക്കുന്നതിന് പകരം ദൈവിക കാര്യങ്ങളോട് മറുതലിച്ച് നിൽക്കുന്ന ഇസ്രായേൽ ജനം പുതിയ ഇസ്രായേലായ നമുക്കും ഒരു പാഠമാകേണ്ടതുണ്ട്. 2-ാമത്തെ പ്രഘോഷണത്തിൽ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വചനഭാഗത്ത് പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് മാത്രമാണ് തങ്ങളുടെ ദൈവമെന്നാണ്. സകലത്തെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവൻ കർത്താവാണ് എന്ന വിവരണത്തിലൂടെ ഗർഭത്തിൽ രൂപം ലഭിച്ചതു മുതൽ നിന്റെ ജീവിതത്തിൻ്റെ നാശകരമായ അവസ്ഥയിൽ പോലും നിന്നെ പുനർനിർമ്മിക്കുകയും പുനരുദ്ധരിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നത് കർത്താവാണ് എന്ന ഉറച്ച ബോധ്യം ഏശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം കടന്നു വന്ന വഴികൾ ഓരോന്നും നാം മറക്കരുത്. എന്നും നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെയും നിന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയാണ് എന്ന് ഏശയ്യാ പ്രവാചകനിലൂടെ തിരുസഭാ മാതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ലേഖനഭാഗത്ത് പൗലോസ്ലീഹ എഫേസോസിലെ സഭാംഗങ്ങളിലുള്ള വിശ്വാസ തീക്ഷ്ണതയും ദൈവസ്നേഹത്തെയും കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അവർ വളരാൻ പ്രാർത്ഥിക്കുന്നതും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. വീണ്ടും ദൈവം ക്രിസ്തുവിനെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ സൃഷ്ടികളുടെയും മേൽ ഉയർത്തി അവിടുത്തെ മഹോന്നതനാക്കി എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശ്ലീഹായുടെ ഈ ഓർമ്മപ്പെടുത്തലിന് ആധാരമായി നിൽക്കുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഈശോ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന 2 സന്ദർഭങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഈശോയെ വെളിപ്പെടുത്തുന്ന സ്നാപക യോഹന്നാൻ്റെ പ്രവർത്തികളും ഈശോയുടെ ദൈവപുത്ര സ്ഥാനം വ്യക്തമാക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ ആരാണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ അവിടുത്തെ വഴിയൊരുക്കുവാൻ കടന്നു വന്ന സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. സ്നാപക യോഹന്നാൻ ഈശോയെപ്പറ്റി വിവരിക്കുന്നത് എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നാണ്. ചെരുപ്പിൻ്റെ വള്ളി അഴിക്കുകയും അത് വഹിക്കുകയും ചെയ്യുക എന്നത് യജമാനന്മാരെ സേവിക്കുന്ന അടിമകൾ ചെയ്യേണ്ടിയിരുന്ന ജോലിയായിരുന്നു. മിശിഹായ്ക്ക് വേണ്ടി ഒരു അടിമയുടെ ജോലി പോലും ചെയ്യാൻ താൻ അയോഗ്യനാണെന്ന് യോഹന്നാൻ കരുതുകയാണ്. എന്നാൽ എളിമയുള്ള, സ്വയം കുറയുവാൻ മടിയില്ലാത്ത സ്നാപകനെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ സകല പ്രവാചകന്മാരെക്കാളും നീതിമാന്മാരെക്കാളും ഉന്നതനാക്കി തീർക്കുന്നത് നമുക്ക് സുവിശേഷത്തിൽ ദർശിക്കുവാൻ സാധിക്കും. ഈശോ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ,
അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ഈശോയുടെ മാമോദീസ വേളയിൽ ആകാശം പിളർന്ന് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കാണുകയും സ്വർഗത്തിൽ നിന്നുണ്ടായ ദൈവിക സ്വരം കേൾക്കുകയും ചെയ്തപ്പോൾ യോഹന്നാൻ തീർച്ചയായും ഒരു പ്രവാചകനേക്കാൾ ഉന്നതനായി എന്നും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനേക്കാൾ വലിയവൻ ആരുമില്ല എന്നും അവനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ വാസ്തവമാവുകയാണ്. കാരണം അവൻ്റെ മുൻപേ പോയ നീതിമാന്മാർക്ക് ക്രിസ്തുവിൻ്റെ വരവ് പ്രവചിക്കാൻ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ യോഹന്നാൻ ഈശോയുടെ അഭാവത്തിൽ അവനെക്കുറിച്ച് പ്രവചിക്കുവാനും അവൻ്റെ സാന്നിധ്യത്തിൽ അവനെ കാണാൻ അവസരം നൽകപ്പെട്ടുവെന്നും വിശുദ്ധ അഗസ്തീനോസ് ഈ വചനഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ ചെറുതായി നിൽക്കുവാൻ മനസ്സു കാണിച്ച യോഹന്നാനെ ദൈവം പ്രവാചകന്മാരെക്കാളും നീതിമാന്മാരെക്കാളും ഉപരിയായി ഉയർത്തി. നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾക്ക് മുമ്പിൽ നമ്മളെ തന്നെ ചെറുതാക്കി നിർത്തുമ്പോൾ മഹത്വപൂർണനായ ദൈവം നമ്മെയും ഉന്നതയിലേക്ക് നയിക്കും എന്നതിന് സ്നാപക യോഹന്നാൻ്റെ ജീവിതം നമുക്ക് വലിയ സാക്ഷ്യമാണ്. ഈശോ ആരാണെന്നുള്ളതിന് പിതാവായ ദൈവം തന്നെ നൽകിയിരിക്കുന്നതിലും വലുതായി മറ്റൊരു സാക്ഷ്യം ആരും നൽകിയിട്ടില്ല. കാലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ദൈവിക സ്വരം കേട്ടുകൊണ്ട് ഒരു ദൈവ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ജീവിതത്തിൻ്റെ കുതിപ്പുകളിൽ ദൈവത്തെ വിസ്മരിക്കാതെയും കിതപ്പുകളിൽ തള്ളിപ്പറയാതെ എല്ലായ്പ്പോഴും ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്നാപകന്റെ എളിമയാർന്ന മനോഭാവത്തോടെ നമ്മെയും പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കാം. ആമേൻ.